നമസ്തേ, പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് ഒരു ലഞ്ച് റെസിപ്പിയാണ്. അതിനായിട്ട് കറി ഉണ്ടാക്കുന്നത് ചക്കക്കുരു മാങ്ങയും കൊണ്ടുള്ളതാണ്. ആദ്യമായിട്ട് നമ്മൾ ചക്കക്കുരു തൊലി കളഞ്ഞെടുക്കുന്നു. വൃത്തിയാക്കി കഴുകിയ ശേഷം നമ്മൾ പച്ചമാങ്ങ ചേർക്കുന്നുണ്ട്. പച്ചമാങ്ങയെ ഒരുമിച്ച് ചേർത്തിട്ടാണ് കുക്കറിൽ വേവിക്കുന്നത്. അതിൻ്റെ കൂടെ ഒരു 4 കാന്താരി മുളകും ചെറുതാക്കി മുറിച്ചിടുന്നുണ്ട്. മഞ്ഞൾപ്പൊടി, മുളക് പൊടി, ആവശ്യത്തിനുള്ള ഉപ്പും വെള്ളവും ചേർത്ത് കുക്കറിൽ വേവിച്ചെടുക്കണം. ആ സമയം കൊണ്ട് നമുക്ക് കറിക്ക് ആവശ്യമായ അരപ്പ് തയ്യാറാക്കാം. അതായത് തേങ്ങ, ചെറിയുള്ളി, കറിവേപ്പില എന്നിവ നന്നായിട്ട് മിക്സിയിൽ അരച്ചെടുത്ത് വെന്ത ചക്കക്കുരു മാങ്ങ കറിയിലേക്ക് ഒഴിച്ചു കൊടുക്കുന്നു. ചക്കക്കുരു മാങ്ങയും ഒന്ന് ഉടച്ച് കൊടുക്കണം. ഉടച്ച് കൊടുത്തതിന് ശേഷം നമ്മൾ കറിവേപ്പിലയും ചേർത്ത് നന്നായിട്ട് സ്റ്റൗവിൻ്റെ മുകളിൽ വെച്ചിട്ട് തിളപ്പിച്ചെടുക്കുന്നുണ്ട്. അപ്പം വെള്ളം കുറവായതുകൊണ്ട് ഞാൻ കുറച്ചും കൂടി വെള്ളം ഒഴിക്കുന്നുണ്ട്. കുറച്ചും കൂടി നറപ്പിക്കാൻ വേണ്ടിയിട്ട്. ഇപ്പം കറി നന്നായിട്ട് തിളച്ച് പാകമായിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് ഒരു വറവ് തയ്യാറാക്കാം. അതിന് വേണ്ടി ഉലുവ, ചെറിയുള്ളി, കറിവേപ്പില, വറ്റൽമുളക് ഇതെല്ലാം നമ്മൾ വെളിച്ചെണ്ണയിലാണ് മൂപ്പിച്ച് വറുത്തെടുക്കുന്നത്. എന്നിട്ട് അത് കറിയിലേക്ക് ചേർത്ത് കൊടുത്ത് ഇളക്കി നമ്മൾ പാകത്തിനുള്ള ചക്കക്കുരു മാങ്ങ കറി തയ്യാറാണ്. നല്ല സൂപ്പർ ടേസ്റ്റി നമ്മൾ പഴയ കാലത്തുള്ള കറിയാണ്. അങ്ങനെ കറി റെഡി ആയിക്കഴിഞ്ഞു. ഇനി നമുക്ക് ചോറിന് ആവശ്യമായ ഉപ്പേരി തയ്യാറാക്കണം. ഇന്ന് ഞാനിവിടെ എടുത്തിരിക്കുന്നത് വാഴക്കൊമ്പാണ്. ഞങ്ങളിവിടെ ഇതിന് ഉണ്ണിത്തട്ട എന്നാണ് കേട്ടോ പറയുക. ഞാനിത് ചെറുതായിട്ട് കൊത്തിയരിഞ്ഞെടുത്തു. അതിനുശേഷം അതിന് വേണ്ട തേങ്ങ, പച്ചമുളക്, കറിവേപ്പില, ചെറിയുള്ളി എല്ലാം മിക്സിയുടെ ജാറിലൊന്ന് ചതച്ചെടുത്ത് ഉപ്പും ചേർത്ത് നന്നായിട്ട് അതിൽ തിരുമ്മി പിടിപ്പിക്കണം. അതിനുശേഷം ചീനിച്ചട്ടിയിൽ വെളിച്ചെണ്ണ ചൂടായി വരുമ്പോൾ നമ്മൾ കടുക് പൊട്ടിച്ച് ഒരു വറ്റൽമുളക് മുറിച്ച് ചേർത്തിട്ട് ഈ തിരുമ്മി പിടിപ്പിച്ച് വെച്ച വാഴക്കൂമ്പ് തോരൻ്റെ ഇതിട്ട് കൊടുത്തിട്ട് നന്നായിട്ട് ഇളക്കി കൊടുക്കുക. നന്നായിട്ട് ഇളക്കി യോജിപ്പിച്ച ശേഷം അമർത്തി വെച്ചിട്ട് അടച്ച് വെച്ച് ചെറുതീയിലാണ് വേവിച്ചെടുക്കുന്നത്. ഇനി ഒരു മുരിങ്ങയില തോരനാണ്. അതിനായിട്ട് മുരിങ്ങയില നന്നായിട്ട് വൃത്തിയാക്കി ഓരോ ഇതളായിട്ട് നുള്ളിയിട്ട ശേഷം നമ്മളതിൽ ഒരു സവാളയും കുറച്ച് തേങ്ങയും പിന്നെ ആവശ്യമായ ഉപ്പും കാന്താരി മുളകും ചേർത്ത് ചെറുതീയിൽ നേരത്തെ പോലെ തന്നെ അടച്ച് വെച്ച് വേവിച്ചെടുക്കുന്നു. അങ്ങനെ ഇന്നത്തെ ഊണിനുള്ള വിഭവങ്ങൾ മുട്ട ഓംലെറ്റ്, പപ്പടം, മോര്, ചക്കക്കുരു മാങ്ങ കറി, പിന്നെ അച്ചാർ, ചൂടുള്ള ചുക്ക് വെള്ളം, പിന്നെ ഉപ്പിലിട്ട കാന്താരി മുളക്, മുരിങ്ങയിലത്തോരൻ, വാഴക്കൊമ്പ് തോരൻ, പിന്നെ ചൂടുള്ള കുത്തരി ചോറ്. ഇതാണ് ഇന്നത്തെ ഉച്ചയ്ക്കത്തെ നമ്മുടെ ഊണ്. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ നിങ്ങൾ ലൈക്കും സബ്സ്ക്രൈബും ചെയ്യണേ. താങ്ക് യു.